നല്ല ക്വാളിറ്റിയിൽ പാട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് കേട്ടോ ബാൻഡ് ലാബ്. പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബ്രൗസ് ഫയൽസിൽ പോയിട്ട് നമ്മൾ ഏതാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ച കരോക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കരോക്കെ സെലക്ട് ചെയ്യുക. അപ്പം നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത കരോക്കെയാണ് നമുക്ക് ഈ ഗ്രീൻ കളറിൽ ഇവിടെ കാണുന്നത്. ഇനി കരോക്കയുടെ താഴെ കാണുന്ന പ്ലസ് സൈൻ ക്ലിക്ക് ചെയ്തിട്ട് വോയിസ് അല്ലെങ്കിൽ ഓഡിയോ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത് വെച്ച കരോക്കയുടെ കൂടെ നമുക്ക് ഇനി വോയിസും കൂടി റെക്കോർഡ് ചെയ്യാൻ പറ്റും. അതിനുശേഷം എൻഷുർ ചെയ്യുക വോയിസ് അല്ലെങ്കിൽ ഓഡിയോ ആണ് സെലക്ട് ചെയ്തിരിക്കണേന്ന് കേട്ടോ. കരോക്കയും വോയിസ് ഓർ ഓഡിയോയിൽ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ വോയിസ് റെക്കോർഡായി പോകുന്നത്. മുകളിൽ കാണുന്ന ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചറുള്ള അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാടാനുള്ള ലിറിക്സ് എന്താണോ ഗൂഗിളിൽ നിന്നൊക്കെ കോപ്പി ചെയ്തിട്ട് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യാൻ പറ്റും. താഴെയുള്ള റെഡ് കളറിലുള്ള ആ ബട്ടൺ പ്രസ് ചെയ്യുക, റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇയർഫോൺസ് പ്ലഗ് ചെയ്തിട്ട് എപ്പോഴും ബാൻഡ് ലാബിൽ പാടാൻ പറ്റുള്ളൂ. ഇതിനുശേഷം താഴെ കാണുന്ന ഹെഡ്ഫോൺസിന്റെ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കരോക്കെയും നമ്മൾ പാടുന്ന സൗണ്ട് നമുക്ക് കറക്റ്റായിട്ട് കേട്ടിട്ട് പാടാൻ പറ്റും. അപ്പം അങ്ങനെ നിങ്ങളുടെ സോങ് ഒക്കെ റെക്കോർഡ് ചെയ്തതിന് ശേഷം മുകളിൽ വോയിസ് ഓർ ഓഡിയോന്റെ അടുത്ത് കാണുന്ന ക്ലോസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമ്മുടെ വോയിസും കരോക്കെ ഒക്കെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കിടക്കുകയാണ്. ഈ FX എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ പോയിട്ട് ലാർജ് സ്റ്റുഡിയോ റിവേർബ് എന്ന് സെർച്ച് ചെയ്യാം. ആ ലാർജ് സ്റ്റുഡിയോ റിവേർബിന്റെ അടുത്തുള്ള ആ ഒരു 2 ലൈൻസ് ഉള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് മിക്സ് ചെയ്യേണ്ടത്, ഗെയിനും റേഷ്യോ ത്രഷോൾഡ് ഇതൊക്കെ എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു നമ്പറിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മുടെ വോയിസ് ഓർ ഓഡിയോ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഗെയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. അപ്പൊ നമുക്കത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ വോയിസിന്റെ വോളിയം ഒക്കെ ഭയങ്കര കൂട്ടാൻ പറ്റും. അതെ മാസ്റ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ക്ലിക്ക് അവിടെ യൂണിവേഴ്സൽ സെലക്ട് ചെയ്തിട്ട് അപ്പൊ അവിടെ ജനറേറ്റിംഗ് മിക്സ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓഡിയോ കംപ്ലീറ്റ്ലി റെഡിയാണ്, മാസ്റ്റേർഡ് ആയിട്ടുള്ള ഓഡിയോ ആണ്. മുകളിൽ എക്സ്പോർട്ട് കാണുന്നുണ്ട്. അപ്പോൾ എക്സ്പോർട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പോൾ സേവ്ഡ് ആയിട്ടുണ്ടാവും.